ആദ്യമേ തന്നെ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കും ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി. ഞാൻ 2022 ഡിസംബർ 20 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി ഞാൻ ആദ്യം വെച്ച നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ജർമ്മൻ B2 എക്സാം പാസ്സാക്കണേ എന്നുള്ളതായിരുന്നു. ഞാൻ 2021 സെപ്റ്റംബറിൽ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് IELTS ആണ് അന്ന് നോക്കിയത്. എനിക്ക് ഇംഗ്ലീഷിൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ടും ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിച്ചതുകൊണ്ടും ഞാൻ വേറെ ഓപ്ഷനൊന്നും നോക്കിയില്ല. ഞാൻ IELTS ആണ് ആദ്യം നോക്കിയത്. പക്ഷേ ഞാൻ ഡിഗ്രി ബേസ്ഡ് അല്ല, ഞാൻ +2 ബേസ്ഡിൽ പുറത്തു പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഏജൻസികളെ സമീപിച്ചപ്പോൾ അവരെല്ലാവരും എന്നെ റിജക്റ്റ് ചെയ്തു. ഇതിന് വിസ റിജക്ഷൻ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവരാരും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല. ഞാനങ്ങനെ IELTS ഞാൻ ഡ്രോപ്പ് ചെയ്ത് ഞാൻ ബെൽജിയം എന്ന് പറഞ്ഞ കൺട്രിയിലേക്ക് പോകാനായിട്ട് നോക്കി. അങ്ങോട്ട് നോക്കിയപ്പോൾ പക്ഷേ എനിക്ക് ലാംഗ്വേജ് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തന്നെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞാൻ നാട്ടിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നാട്ടിൽ ജോയിൻ ആയി 1 വീക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് വന്ന് പറഞ്ഞു, ജർമ്മനിയിലേക്ക് നിനക്ക് ട്രൈ ചെയ്തുകൂടെ, ഇപ്പോൾ ഒരുപാട് ഓപ്ഷനുകളുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് പഠിക്കാൻ തുടങ്ങി. 2022 ജാനുവരിയിലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. 6 മന്ത്സും കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ എനിക്ക് 6 മന്ത്സും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ശാരീരികമായി ഒരുപാട് അസ്വസ്ഥതകളൊക്കെ വന്നുകൊണ്ട് എനിക്ക് 6 മന്ത്സും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഓഗസ്റ്റ് 10 ഞാൻ അങ്ങനെ 3 മൊഡ്യൂൾ എഴുതി. ഞാൻ പാസ്സായി. ഞാൻ IELTS പോലെയല്ല, നമുക്ക് ജർമ്മനിക്ക് സിംഗിൾ മൊഡ്യൂൾ വെച്ച് എഴുതാം. അപ്പോൾ ഞാൻ അങ്ങനെ 3 മൊഡ്യൂൾ വെച്ച് ഞാൻ എഴുതി. ഞാൻ സ്പീക്കിംഗ് അന്ന് എടുത്തില്ല, കാരണം എനിക്ക് സ്പീക്കിങ്ങിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ സ്പീക്കിംഗ് പിന്നീട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്പീക്കിംഗ് നവംബർ 9 ഞാൻ ഡൽഹിയിൽ ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് ഞാൻ ഒരുങ്ങിയാണ് ഞാൻ പോയത്. പക്ഷേ എനിക്ക് അന്ന് ഞാൻ കിട്ടിയില്ല, അന്ന് ഞാൻ ഫെയിലായി. അങ്ങനെ ഞാൻ പിന്നീട് അടുത്ത ഡേറ്റിന് വേണ്ടി ഞാൻ എടുക്കാൻ വേണ്ടി നോക്കി. പക്ഷെ ഞാൻ കമ്മിങ് ഇൻടേക്കിന് പോകാനായിട്ടാണ് ഞാൻ നോക്കിയത്. പക്ഷെ കമ്മിങ് ഇൻടേക്കിന് പോകണമെങ്കിൽ എനിക്ക് ജാനുവരി 1st വീക്കെങ്കിലും എനിക്ക് എക്സാം എഴുതണമായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് ഏജൻറ്റുകളെ വിളിച്ചു. എനിക്ക് ഒരിടത്തും എനിക്ക് ഡേറ്റ് കിട്ടിയില്ല. ഞാൻ ഇന്ത്യയിൽ തന്നെ ഏത് സെൻറ്ററിലും വേണം എഴുതാം, എനിക്ക് എവിടെയെങ്കിലും ഡേറ്റ് എടുത്ത് തരണമെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ എനിക്ക് എവിടെയും കിട്ടിയില്ല. എല്ലാവരും തന്നെ ജാനുവരി ഫെബ്രുവരിയും ഫുള്ള് ബുക്ക്ഡാണ്, പിന്നെ മാർച്ച് ലാസ്റ്റിലേക്ക് ഡേറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അന്നേരം പിന്നെ എനിക്ക് വരുന്ന ഇൻടേക്കിലേക്ക് പോകാനുള്ള എൻ്റെ ആ ഒരു പ്രതീക്ഷ എനിക്ക് നഷ്ടമായി. പിന്നെ ഞാൻ നവംബർ 25 ഇവിടുത്തെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുന്നത്. ഞാൻ ഇട്ടു. ഞാൻ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് അന്ന് നേർച്ച വസ്തുക്കൾ കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ എടുക്കാം, തൽക്കാലം ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നവംബർ 25 ഇവിടെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. ഞാൻ അങ്ങനെ ഒരു ഏജൻറ്റുമാരൊക്കെ ഒരുപാട് അതിനിടയ്ക്ക് വിളിച്ചു. അങ്ങനെ ഡിസംബർ 4 എന്നെ ഒരു ഏജൻറ്റ് വിളിച്ചിട്ട് പറയുകയുണ്ടായി, ജാനുവരിയിൽ ഡേറ്റ് ഉണ്ട്, എന്നാണെന്നൊന്നും അറിയില്ല, നിനക്ക് ഡേറ്റ് എടുത്ത് തരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, വേറെ എവിടെയും എന്തായാലും ഡേറ്റ് ഇല്ല, എനിക്ക് ഏത് ഡേറ്റ് ആണെങ്കിലും സാരമില്ല, എടുത്ത് തന്നോളാൻ പറഞ്ഞു. അങ്ങനെ ജാനുവരിയിൽ അവർ ഡേറ്റ് എടുത്തു കഴിഞ്ഞ് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാനുവരി 3 ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, ഹൈദരാബാദിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട ഏക നിയോഗം അതായിരുന്നു, എനിക്ക് 1st വീക്കെങ്കിലും എനിക്ക് ഡേറ്റ് കിട്ടി വരുന്ന ഇൻടേക്കിന് പോകാൻ സാധിക്കണേ മാതാവേ എന്നായിരുന്നു. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. പക്ഷേ പഠിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഞാൻ ഇരിക്കും പഠിക്കാനായിട്ട്. പക്ഷേ എനിക്ക് 1-2 ടോപ്പിക്സേ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് തീരെ പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ കരയും. പക്ഷേ ഞാൻ ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി ഞാൻ പാലിച്ചിരുന്നു. ഞാൻ ബൈബിൾ റീഡിങ് ½ ആൻ അവർ വായിക്കുമായിരുന്നു. പിന്നെ ഞാൻ രോഗികളെ സന്ദർശിച്ചു. അപ്പോൾ എനിക്ക് വെറും കൈയോടെ പോയിരുന്നെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് 2 കെട്ട് പത്രവും കൂടെ വരുത്തി. അങ്ങനെ ഞാൻ പത്രവും കൊണ്ടുപോകാണ് അവർക്ക് കൊടുത്തത്. പിന്നെ ഞാൻ ഇവിടുന്ന് എല്ലാം തന്നെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ എന്നെ കൊണ്ട് ആവുന്ന വിധത്തിൽ ഞാൻ പാവങ്ങളെ സഹായിക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ പഠിക്കാനിരുന്നു. പക്ഷേ എക്സാമിന് 1 വീക്ക് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് എക്സാമിന് പാർട്ട് A പാർട്ട് B 2 ആണുള്ളത്. അപ്പം ഞാൻ പാർട്ട് A എനിക്ക് എങ്ങനെ നോക്കിയിട്ടും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തീരുന്നില്ല ഞാൻ ഒത്തിരി നോക്കിയിട്ടും. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ ബൈബിൾ വായനയൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ
വൺ വീക്ക് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, വരുന്ന കോഡ് തരാം, പൈസ തരുവാണെങ്കിൽ കോഡ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതിനിടയ്ക്ക് ഒരു സാക്ഷി ഇവിടെ കാണാനിടയുണ്ടായി. ഒരു ചേച്ചി വയ്യാതിരുന്നപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, മാതാവേ ഈ എക്സാം എനിക്ക് എഴുതാൻ പറ്റിയില്ല, നീ വന്ന് എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് കവർ ചെയ്യാൻ ഒത്തിരി ഉണ്ട്, എനിക്കിത് തീരെയല്ല, അപ്പം എൻ്റെ മാതാവ് എൻ്റെ കൂടെ വന്ന് എക്സാം എഴുതിയാലേ എനിക്കിത് പാസ്സാവത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ കോഡ് വന്ന സമയത്ത് അവരെന്നോട് കോഡ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യം, നിനക്ക് കോഡിൻ്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് കോഡ് വേണ്ടാന്ന് ഞാൻ പറയുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ ഒരുപാട് പഠിക്കാനുണ്ട്, എനിക്കിതിൽ എങ്ങനെയും പാസ്സായാലും എനിക്ക് വരുന്ന ഇൻടേക്കിന് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് മനുഷ്യരിൽ വിശ്വാസമില്ല, എനിക്ക് ദൈവത്തിലെ അഭയമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പിന്നെ എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ്. പിന്നീട് എനിക്ക് ബൈബിൾ വായിച്ചപ്പോഴാണ് ദൈവം എനിക്കത് സങ്കീർത്തനങ്ങൾ 118:8 എന്ന വചനമാണ് അന്ന് ഞാൻ അവിടെ പറഞ്ഞത്. പക്ഷെ എന്നെ കൊണ്ട് അന്ന് പറയിപ്പിച്ചതാണ് മാതാവ്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ പഠിച്ചു. എക്സാമിന് 3 ദിവസം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് പാട്ട് ചെയ്യാൻ ഞാൻ ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് 1 ഡേ ഫുൾ ട്രാവലിങ്ങിന് പോകുമ്പോൾ എനിക്ക് ആ ദിവസം ഒന്നും പഠിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് അവിടെ എത്തി സ്റ്റേ ചെയ്യുന്നിടത്ത് ഒരു ദിവസം മാത്രമേ ഉള്ളൂ എനിക്ക് പാട്ട് നോക്കാനുള്ള ടൈം. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ ഞാൻ പോകുന്ന വഴിക്ക് സമ്പൂർണ്ണ ജപമാല ചൊല്ലിക്കോളാം, എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ഒരുപാട് ഇരിക്കുകയില്ല, കാരണം എനിക്ക് തലവേദനയും വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും കടക്കാറാണ് പതിവ്. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ പോകുന്ന വഴിക്ക് സമ്പൂർണ്ണ നിയോഗ ജപമാല ഞാൻ കാഴ്ചവെച്ചോളാം. പിന്നെ ബൈബിൾ എനിക്ക് നോക്കി വായിക്കാൻ പറ്റിയില്ല, എനിക്ക് തലവേദന എടുക്കുന്നതുകൊണ്ട് ഞാൻ ഓഡിയോ ബൈബിൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓഡിയോ കേട്ടോണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഞാൻ അവിടെ എത്തുന്ന വരെ പക്ഷേ ഞാൻ ജപമാല ഫുള്ളായിട്ട് ചൊല്ലി, എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവാതെ ഞാൻ അവിടെ എത്തി. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കാറിനാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് വൈകുന്നേരത്തെ പ്രാർത്ഥന പച്ചത്തിരി കത്തിച്ച് ചൊല്ലാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ ഫുഡ് കഴിക്കാൻ നേരം ഞാൻ അവിടുന്ന് എൻ്റെ തിരി കത്തിച്ച് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ പിറ്റേ ദിവസം 3 മണിക്ക് രാവിലെയാണ് എത്തുന്നത്. അന്ന് അവിടുന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസം 3 മണിക്ക് എഴുന്നേറ്റാണ് ഞാൻ ചൊല്ലുന്നത്. അങ്ങനെ ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ അവിടുന്ന് നീലത്തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ദിവസമേ ഉള്ളൂ, എനിക്ക് ഒരു ദിവസം കൊണ്ട് എനിക്ക് പാർട്ട് ബി ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. എനിക്ക് സാധാരണ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു 2 to 3 hours കൊണ്ട് പഠിക്കാൻ എടുക്കുന്ന കാര്യങ്ങൾ എനിക്കൊരു ഹോൾ ഡേ എടുത്ത് പഠിക്കാൻ, അത്രയ്ക്കും ഞാൻ സ്ലോ ആയി പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെയും കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഒരു ദിവസം കൊണ്ട് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ അന്നേരം എനിക്ക് തോന്നുകയാണ് ബൈബിൾ വായിക്കാൻ. അന്നേരം ഞാൻ ബൈബിൾ വായിച്ചു കഴിഞ്ഞ് ഞാൻ പഠിക്കാനായിട്ട് ഫോൺ എടുത്തപ്പം എനിക്ക് ഇവിടുത്തെ നിയോഗ ജപമാലയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുകയാണ്, നീ ജപമാല കൂടുമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ ജപമാല കൂടി. ഞാൻ സമ്പൂർണ്ണ നിയോഗ ജപമാല ഞാൻ അവിടെ കൂടിക്കഴിഞ്ഞ് ഞാൻ ഉച്ചയായപ്പോഴാണ് ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. എനിക്ക് എന്തെങ്കിലും ഹാഫ് ഡേയേ ഉള്ളൂ. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ ഹാഫ് ഡേയേ ഉള്ളൂ, എനിക്ക് പഠിക്കാൻ ഒത്തിരി കടലോളം കിടക്കുന്നുണ്ട്, നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. എനിക്ക് അത്ഭുതകരം എന്ന് പറയട്ടെ, എനിക്ക് ടോപ്പിക്സുകളെല്ലാം പെട്ടെന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റി. ഞാൻ അങ്ങനെ രാത്രി കൊണ്ട് സകല ടോപ്പിക്സ് ഞാൻ ഫുള്ള് കവർ ചെയ്തു. എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി, ഇനി അടുത്ത ദിവസം എനിക്ക് എക്സാം നന്നായി എഴുതാൻ പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് വന്നു. അങ്ങനെ ഞാൻ രാവിലെ എനിക്ക് ഉച്ചയ്ക്ക് 1:30ക്കാണ് എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് എടുത്തു. അന്നേരം എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വചനമാണ് ജെറേമിയ 29:11 എന്ന് പറയുന്നത്. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അതിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയൊരു പദ്ധതിയാണ്, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വചനമാണത്. അന്ന് എനിക്ക് വേഴ്സ് ഓഫ് ദ ഡേ കിട്ടിയ ഒരു വചനമാണത്. എനിക്ക് ആ വചനം കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, എനിക്ക് ഇന്നത്തെ എക്സാം എളുപ്പമായിരിക്കും, ഞാൻ ഉറപ്പ് പാസ്സാവുമെന്ന്. അങ്ങനെ ഞാൻ പോയി 1:30ക്ക് എക്സാം ഹാളിൽ കയറിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ ആദ്യമേ വിളിക്കണേ, കാരണം എനിക്ക് സ്പീക്കിങ് രാവിലത്തെ എക്സാം എല്ലാം കഴിഞ്ഞിട്ടാണ് എക്സാമിനേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല മടുത്തിട്ടായിരിക്കും അവിടെ ഇരിക്കുക. അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞെങ്കിൽ അവർ കേൾക്കുള്ളൂ, ഏറ്റവും ലാസ്റ്റായി അവരെന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും ഒരു കൂട്ടാക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ആദ്യമേ വിളിക്കണേന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ കയറി എക്സാം ഹാളിൽ കയറിയപ്പോൾ എന്നോട് ആരോ പറയുകയാണ്, എൻ്റെ അച്ഛൻ വെഞ്ചിരിച്ച് ഞാൻ ഉപ്പ് വിതറിയായിരുന്നു. ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ആരും
ചവിട്ടാത്തെടുത്ത് ഉപ്പ് വിതറി. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ വെഞ്ചിട്ട് ലോക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ആ ലോക്കറ്റ് ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. ഞാൻ എന്നോട് ഒത്തിരി പേര് നോക്കുന്നുണ്ടായിരുന്നു, എൻ്റെ എക്സാം എഴുതാൻ വന്ന കുട്ടികളെല്ലാം എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്താ ഈ ചൊല്ലുന്നത്. പക്ഷേ ആരെയും മൈൻഡ് ആക്കിയിട്ട് എനിക്ക് സാധാരണ അങ്ങനെയൊക്കെ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ സാധാരണ മടിയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ നാണക്കേടൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഒരു നാണക്കേടും തോന്നിയില്ല. ഞാൻ ആ ലോക്കറ്റ് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ എന്നെ വിളിക്കുന്നത് വരെ ഞാൻ ചൊല്ലുമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എൻ്റെ വിശ്വാസ പ്രമാണം ഞാൻ ഇങ്ങനെ ലോക്കറ്റ് മുറുകെ പിടിച്ച് ഞാൻ ചൊല്ലി. ഞാൻ ചൊല്ലി. എന്നെ 3:45 4 മണിയാകുമ്പോഴാണ് അവരെന്നെ വിളിക്കുന്നത്. ഏറ്റവും ലാസ്റ്റാണ് അവരെന്നെ വിളിക്കുന്നത്. എനിക്ക് നല്ലോണം ടെൻഷനായി, കാരണം ഏറ്റവും ലാസ്റ്റ് ആയതുകൊണ്ട് അവരെന്നെ പറയാൻ കൂട്ടാക്കുമെന്ന് എനിക്ക് നല്ലോണം പേടിയുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഞാൻ വിശ്വാസ പ്രമാണം നിർത്താതെ അതുവരെ ചൊല്ലുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ ചൊല്ലിക്കഴിഞ്ഞ് അവരെന്നെ വിളിച്ചു. പ്രിപ്പറേഷൻ ടൈം 10 മിനിറ്റ്സ് അവർ തരും. ഞാൻ അങ്ങനെ പ്രിപ്പറേഷൻ ടൈമിലൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് അവരെന്നെ ഹോളിലേക്ക് വിളിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉപ്പ് എൻ്റെ കയ്യിലൊക്കെ എഴുതിയായിരുന്നു. എനിക്ക് ആ ടേബിളിലും കൂടെ വിതരണം. ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആ ടേബിളിലും കുറച്ച് ഉപ്പ് വിതറി. അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങി. സാധാരണ എനിക്ക് വൈവ ഒരുപാട് ടെൻഷനുള്ള ഒരു വ്യക്തിയാണ്, കാരണം എനിക്ക് അവരെ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോകുന്നൊരവസ്ഥ എനിക്ക് വരും. ഞാൻ പഠിച്ചത് മറക്കുന്ന ഒരവസ്ഥ എനിക്ക് വരാറുണ്ടായിരുന്നു. അന്ന് ഞാൻ വന്ന് പറഞ്ഞു, മാതാവ് ഞാൻ കയറുകയാണ്, നീയാണ് എൻ്റെ കൂടെ കയറേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാമിന് കയറി. ഞാൻ നന്നായി തന്നെ ഞാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രിപ്പറേഷൻ ടൈമിൽ ഞാൻ പറയാത്ത പോയിൻറ്റ്സൊക്കെ എനിക്ക് അവിടുന്ന് മാതാവ് പറഞ്ഞു തന്നു. ഞാനങ്ങനെ ഒരുപാട് പോയിൻറ്റ്സ് എനിക്കതൊന്ന് ഭയങ്കരമായിട്ടൊരു അനുഭവം ഉണ്ടായി. മാതാവാണിത് പറയുന്നത്, കാരണം ഞാനെന്ന വ്യക്തി അവിടെ അതൊന്നും പറയില്ല. എനിക്ക് ടെൻഷനായിട്ട് ഞാൻ മിണ്ടാതിരിക്കലാണ് പതിവ്. അങ്ങനെ ഞാൻ അവിടുന്ന് മാതാവ് എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ അവിടുന്ന് എനിക്ക് മാതാവ് പറഞ്ഞു തന്ന പോയിൻറ്റ്സ് എല്ലാം നല്ല നല്ല പോയിൻറ്റ്സ് ഞാൻ അവിടുന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ അങ്ങനെ ടോക്ക് ചെയ്യുന്നു. അത്രയ്ക്ക് കൂളായിട്ടാണ് ഞാൻ ആ എക്സാം ഹാൻഡിൽ ചെയ്തത്. എനിക്ക് അത്രയ്ക്ക് ഈസി ആയിരുന്നു. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓരോരുത്തർ പറയുന്നത് കേൾക്കുമായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വല്ലാത്തൊരു സന്തോഷം തോന്നിയതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമോ എക്സാം എഴുതി കഴിഞ്ഞിട്ട്. സാധാരണ എനിക്ക് എപ്പോഴും ടെൻഷനാണ് റിസൾട്ട് വരുന്നവരെ. അന്നേരം പക്ഷേ ഞാൻ ഈ എക്സാം എഴുതി ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാൻ വളരെ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പപ്പയോട് ഞാൻ പറഞ്ഞു, എനിക്ക് എക്സാം വളരെ എളുപ്പമായിരുന്നു, ഞാനിത് പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എക്സാം എന്തായാലും പാസ്സാവും. ഞാൻ പിന്നെ ഓരോ സമയം ഞാൻ ഓരോ നിയോഗം ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിട്ട് ഞാനിങ്ങനെ സ്വപ്നം കാണും. അത് കഴിഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഞാനിത് പറയും, അവിടെ ചെന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞ് കാരണം എനിക്കറിയാം ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് എനിക്കറിയാം. മാതാവ് എന്നെ ഈ മണ്ണിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ കാല് കുത്തിയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയേണ്ട വ്യക്തിയാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ നേരവും ഞാനിങ്ങനെ ഞാനിവിടെ വന്ന് പറയും, ഇവിടെ വന്ന് ഞാൻ പറയും, ഞാനിങ്ങനെ മനസ്സിലെപ്പോഴും പറയും. അങ്ങനെ ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ജാനുവരി 5 എൻ്റെ റിസൾട്ട് വരുന്നത്. ഞാൻ നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. പിന്നെ എൻ്റെ അടുത്ത നിയോഗം എന്ന് പറയുന്നത്, ഞാനത് ഉടമ്പടിയിൽ വെച്ചതായിരുന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ എല്ലാ ആഴ്ചയും പറ്റുന്ന പോലെ ഞാൻ ഇവിടുത്തെ സമ്പൂർണ്ണ നിയോഗ ജപമാല പങ്കെടുക്കുമായിരുന്നു. എനിക്ക് ബാക്ക് പെയിൻ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് നേരം മുട്ടുകുത്താനോ ഇരിക്കാനോ അങ്ങനെ പറ്റത്തില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ സമ്പൂർണ്ണ നിയോഗ ജപമാല ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറയും, മാതാവ് എനിക്ക് കംപ്ലീറ്റ്ലി മുട്ടുകുത്തി നിൽക്കാനുള്ള ശക്തി തരണേന്ന്. എനിക്ക് മാറണേന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ആ ബാക്ക് പെയിന് സഹിക്കാനുള്ള ശക്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് എല്ലാ സമ്പൂർണ്ണ നിയോഗ ജപമാല മുട്ടുകുത്തി ചെല്ലാനുള്ള ആ ഒരു അനുഗ്രഹം എനിക്ക് മാതാവ് തരുമായിരുന്നു. അങ്ങനെ ഞാൻ ചൊല്ലി. ആ സമയത്ത് ഇവർ നിയോഗം പറഞ്ഞിരുന്നു, വീട്ടിലേക്ക് ഒരുപാട് നാളായിട്ട് വഴി മുടങ്ങി കിടക്കുന്ന ഒരു വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ എൻ്റെ റിലേറ്റീവിന് വേണ്ടി ഞാൻ അന്നേരം നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരുപാട് വർഷങ്ങളായിട്ട് അവർക്ക് വീട്ടിലേക്ക് നടപ്പാതേ ഉണ്ടായിരുന്നുള്ളൂ, വണ്ടി പോകാനുള്ള വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞ് അവരെൻ്റെ മമ്മിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവർ പറഞ്ഞു, വീട്ടിലേക്കുള്ള വഴി ശരിയായി എന്ന് പറയുകയുണ്ടായി. ഇതാണ് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിൽ എനിക്ക് കിട്ടിയ വേറെ അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല, ചെയ്യാൻ പറ്റാതിരുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഉടമ്പടി വഴി ചെയ്യാൻ പറ്റി. കാരണം എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നും ഹോസ്പിറ്റലിൽ പോയി രോഗികളെ സന്ദർശിക്കണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ പോയി ചെയ്യാനൊരു മടിയും പിന്നെ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനുള്ളത് എനിക്കൊരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ പിന്നെ എനിക്ക് അപ്പം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ആ വലിയൊരു അനുഗ്രഹം കിട്ടി. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു.
ഒരുപാട് പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ കുടുംബത്തിലെ പപ്പ മമ്മി എല്ലാവരും തന്നെ നന്നായി പ്രാർത്ഥിക്കാൻ ഒരു ഇടയും മാതാവ് തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി.